നമസ്കാരം. കുട്ടികൾ 10-15 പേർ ഉണ്ടായിരുന്നു. ആദ്യത്തെ അടി പുറകിൽ നിന്ന് ചെവി അടച്ചാണ് കിട്ടിയത്. അതോടെ ബ്രിട്ടീഷ് പ്രൊഫസർ എഡ്വേർഡ് ഫാർലെ ഓട്ടൺ നിലത്തു വീണു. പിന്നെ പൊതിരെ തല്ലായിരുന്നു. കോണിപ്പടിയിൽ നിന്ന് വലിച്ച് താഴേക്കിട്ടാണ് തല്ല് തുടങ്ങിയത്. നിലത്തു വീണ അദ്ദേഹത്തെ കുട്ടികൾ ചവിട്ടി മെതിച്ചു. 1916 ഫെബ്രുവരി 15 കൽക്കത്തയിലെ പ്രസിദ്ധമായ പ്രസിഡൻസി കോളേജിൽ പ്രൊഫസർ ഓട്ടൺ ആക്രമിക്കപ്പെട്ടത്. നോട്ടീസ് ബോർഡിന് സമീപത്താണ് മർദ്ദനം നടന്നത്. ബഹളം കേട്ട് 1-ാം നിലയിൽ നിന്ന് താഴേക്ക് വന്ന പ്രൊഫസർ ഗിൽക്രൈസ്റ്റ് എത്തുമ്പോഴേക്കും വിദ്യാർത്ഥികൾ ഓടി രക്ഷപ്പെട്ടു കഴിഞ്ഞിരുന്നു. What is the meaning of this? Down with the British! Get him! Stop! You'll regret this! No mercy for oppressors! 19 വയസ്സാണ് സുഭാഷിന് അപ്പോൾ. മെട്രിക്കുലേഷൻ പരീക്ഷയിൽ 2ാം റാങ്ക് വാങ്ങിയാണ് പ്രസിഡൻസി കോളേജ് ചേർന്നത്. കോളേജ് സ്റ്റുഡൻസ് കൺസൾട്ടേറ്റീവ് കമ്മിറ്റിയിലേക്കുള്ള ക്ലാസ് പ്രതിനിധിയായിരുന്നു അദ്ദേഹം. തൻ്റെ ആത്മകഥയായ ഇന്ത്യൻ പിൽഗ്രിമിൽ സുഭാഷ് ഇക്കാര്യം പറയുന്നുണ്ടെങ്കിലും ആരാണ് മർദ്ദിച്ചത് എന്ന കാര്യത്തിൽ മൗനം പാലിക്കുന്നു. ഞാൻ സംഭവത്തിന് ദൃക്സാക്ഷിയായിരുന്നു എന്ന് പറയുന്നുണ്ട്. പ്രിൻസിപ്പൽ സുഭാഷിനെ റൂമിലേക്ക് വിളിപ്പിച്ച് ഇങ്ങനെ പറഞ്ഞു: ബോസ്, യു ആർ ദി മോസ്റ്റ് ട്രബിൾസം മാൻ ഇൻ ദി കോളേജ്. ഐ സസ്പെൻഡ് യു. ഇന്ത്യക്കാരോട് വിരോധം വെച്ച് പുലർത്തിയ പ്രൊഫസറായിരുന്നു ഓട്ടൺ. ഒരിക്കൽ അദ്ദേഹം ഇന്ത്യക്കാരെ കാടന്മാർ എന്ന് വിളിച്ചിരുന്നു. സുഭാഷ് ഉടനെ തന്നെ അത് ചോദ്യം ചെയ്യുകയും ചെയ്തു. ഓട്ടനെ വിദ്യാർത്ഥികൾ മർദ്ദിച്ച വിവരം അറിഞ്ഞ ബ്രിട്ടീഷ് ഗവൺമെന്റ് ഒരു ഉന്നതതല അന്വേഷണ കമ്മീഷൻ രൂപീകരിച്ചു. അവരുടെ റിപ്പോർട്ടിൽ കാര്യങ്ങൾ കുറെ കൂടി വിശദമായി പറയുന്നുണ്ട്. സർവാദരണീയനായ ജസ്റ്റിസ് സർ അശുതോഷ് മുഖർജിയായിരുന്നു കമ്മീഷന്റെ അധ്യക്ഷൻ. സംഭവങ്ങളുടെ തുടക്കം 1916 ജനുവരി 10 ഹിന്ദു ഹാരെ സ്കൂളുകളിലെ കുട്ടികൾക്ക് വേണ്ടി ബംഗാൾ ഗവർണർ സമ്മാനങ്ങൾ വിതരണം ചെയ്യുന്ന ഒരു ചടങ്ങുണ്ടായിരുന്നു. പ്രസിഡൻസി കോളേജിൽ നിന്നുള്ള ചില അധ്യാപകരും വിദ്യാർത്ഥികളും അതിൽ പങ്കെടുക്കാൻ പോയി. ഇത് കാരണം കോളേജിൽ ചില ക്ലാസുകൾ സമയത്ത് നടന്നില്ല. വൈകി വന്ന ഒരു പ്രൊഫസർ അന്ന് ക്ലാസ് എടുത്തതുമില്ല. ആ സാഹചര്യത്തിൽ 3ാം വർഷക്കാരായ കുറെ കുട്ടികൾ ഇടനാഴിയിൽ ഒത്തുചേർന്നു. കുട്ടികൾ കോറിഡോറിൽ നിൽക്കരുത് എന്ന് കോളേജിന്റെ ഉത്തരവ് നിലവിലുണ്ടായിരുന്നു. ആ സമയത്ത് ഓട്ടൺ ക്ലാസ് എടുക്കുകയായിരുന്നു. കുട്ടികളുടെ ബഹളം കാരണം അദ്ദേഹത്തിന് ക്ലാസ് എടുക്കാൻ കഴിഞ്ഞില്ല. കുട്ടികളോട് അവരവരുടെ ക്ലാസ്സിലേക്ക് പോകാൻ അദ്ദേഹം പലതവണ പറഞ്ഞു. കുട്ടികൾ ക്ലാസ്സിലേക്ക് തിരിച്ചുപോയി. പക്ഷേ ആ സമയത്ത് അവിടെ വന്ന ക്ലാസിന്റെ ചുമതലയുണ്ടായിരുന്ന പ്രൊഫസർ ആ കുട്ടികളെ സസ്പെൻഡ് ചെയ്തു. സസ്പെൻഡ് ചെയ്യപ്പെട്ട കുട്ടികൾ വീണ്ടും ഇടനാഴിയിലേക്ക് വന്നു. പുറത്തേക്ക് വന്ന ഓട്ടൺ ദേഷ്യത്തോടെ കുട്ടികളോട് ക്ലാസ്സിലേക്ക് പോകാൻ പറഞ്ഞുകൊണ്ട് ചില കുട്ടികളെ പിടിച്ചു തള്ളി. കുട്ടികൾ പ്രിൻസിപ്പാൾക്ക് പരാതി നൽകി. പരാതി നൽകാൻ സുഭാഷ് മുന്നിൽ തന്നെ ഉണ്ടായിരുന്നു. പ്രിൻസിപ്പൽ കുട്ടികളെ വിളിച്ച് പ്രൊഫസർ ഓട്ടനുമായി പ്രശ്നം സംസാരിച്ച് തീർക്കാൻ പറഞ്ഞു. പക്ഷേ കുട്ടികൾക്കത് ഇഷ്ടമായില്ല. പ്രശ്നം രമ്യമായി തീർക്കുന്നതാണ് ബുദ്ധിയെന്ന് ഒരു കുറിപ്പ് പ്രൊഫസർ ഓട്ടന് പ്രിൻസിപ്പൽ കൊടുത്തിരുന്നു. അത് പക്ഷേ കുട്ടികൾ അറിഞ്ഞില്ല. പ്രിൻസിപ്പൽ ഏകപക്ഷീയമായി ഓട്ടന്റെ ഭാഗത്ത് നിൽക്കുകയാണെന്ന് കുട്ടികൾ തെറ്റിദ്ധരിച്ചു. അടുത്ത ദിവസം ഓട്ടൻ കോളേജിൽ വന്നില്ല. ആ ദിവസം ക്ലാസ്സുകളൊന്നും നടന്നതുമില്ല. കാരണം കുട്ടികൾ സമരത്തിലായിരുന്നു. ഇന്ത്യക്കാരും വിദേശികളുമായ ചില പ്രൊഫസർമാർ വിദ്യാർത്ഥികളുമായി സംസാരിച്ച് സമരം ഒത്തുതീർപ്പാക്കാൻ ശ്രമിച്ചെങ്കിലും നടന്നില്ല. അതിനിടയ്ക്കാണ് കോളേജിൽ പ്രിൻസിപ്പൽ നോട്ടീസ് പതിച്ചത്. ക്ലാസ്സിലിരിക്കാത്ത ഓരോ കുട്ടിയും 5 രൂപ ഫൈൻ അടയ്ക്കണം എന്നതായിരുന്നു നോട്ടീസ്. കോളേജിൽ അങ്ങനെ ഒരു നിയമമുണ്ടായിരുന്നു. അടുത്ത ദിവസം പ്രൊഫസർ ഓട്ടൻ കോളേജിൽ വന്നു. ഏതാനും വിദ്യാർത്ഥികൾ അദ്ദേഹവുമായി സംസാരിച്ച് പ്രശ്നം ഏതാണ്ട് തീർന്നു. സാങ്കേതികമായ ചില നിയമലംഘനങ്ങൾ ഞങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്ന് വിദ്യാർത്ഥികൾ സമ്മതിച്ചു. സംഭവിച്ച കാര്യങ്ങളിൽ ഓട്ടൻ ഖേദം പ്രകടിപ്പിച്ചു. വൈകുന്നേരം ഓട്ടൻ കോളേജിൽ നിന്ന് പുറത്തു പോകുമ്പോൾ കുട്ടികൾ ആഹ്ലാദാരവങ്ങളോടെ ആർപ്പ് വിളിക്കുന്നുണ്ടായിരുന്നു. സന്തോഷത്തോടെ പ്രശ്നങ്ങൾ തീർന്നു എന്ന് സാരം. എന്നാൽ പിറ്റേ ദിവസമാണ് ആ നിർഭാഗ്യകരമായ സംഭവം ഉണ്ടായത്. ഓട്ടൻ ചരിത്രം പഠിപ്പിക്കുവാൻ വേണ്ടി ക്ലാസ്സിലേക്ക് ചെന്നു. 12 കുട്ടികൾ ക്ലാസ്സിൽ ഹാജരായിട്ടുണ്ട്. അതിൽ 10 പേർ ഇന്നലെ ആബ്സെന്റ് ആയിരുന്നു. ഇന്നലെ ക്ലാസ്സിൽ വരാത്തവർ എല്ലാം പുറത്തു പോകണം എന്ന് ഓട്ടൻ പറഞ്ഞു.
പുറത്തുപോയ കുട്ടികൾ പ്രിൻസിപ്പലിനോട് പരാതി പറഞ്ഞു. കുട്ടികളുടെ പരാതി പ്രിൻസിപ്പൽ ഓട്ടനെ അറിയിച്ചു. അതിനു മറുപടിയായി ഓട്ടൻ പറഞ്ഞത് ഞാൻ ചെയ്തത് ഒരു അച്ചടക്ക നടപടിയാണ് എന്നാണ്. അങ്ങേയറ്റം നീതീകരിക്കാൻ കഴിയാത്ത കാര്യമാണ് പ്രൊഫസർ ഓട്ടൻ ചെയ്തതെന്ന് പ്രിൻസിപ്പൽ പിന്നീട് അന്വേഷണ കമ്മിറ്റിയോട് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾക്കെതിരെ ചുമത്തിയ ഫൈൻ ഒഴിവാക്കണം എന്ന് പ്രിൻസിപ്പലിന് വിദ്യാർത്ഥികൾ കത്ത് നൽകി. ആ അപേക്ഷ പ്രിൻസിപ്പൽ തള്ളിക്കളഞ്ഞു. അത് വിദ്യാർത്ഥികൾക്കിടയിൽ കടുത്ത അതൃപ്തി ഉണ്ടാക്കി. മർദ്ദനം നടന്ന ഫെബ്രുവരി 15 കെമിക്കൽ ലബോറട്ടറിയിൽ ഒരു അപകടമുണ്ടായി. അതുകൊണ്ട് കെമിസ്ട്രി പ്രൊഫസർക്ക് ഒരു ക്ലാസ് എടുക്കാൻ കഴിഞ്ഞില്ല. ഒരു പകരക്കാരനാണ് വന്നത്. അദ്ദേഹം 5 മിനിറ്റ് നേരത്തെ ക്ലാസ് വിട്ട് കുട്ടികൾ ലബോറട്ടറിയിലേക്ക് പോകുന്ന വഴി കോറിഡോറിലൂടെ നടന്നു. അവർ പരസ്പരം എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ടായിരുന്നു. കുറച്ച് ശബ്ദം ഉയരുകയും ചെയ്തു. കോറിഡോറിനു ചേർന്നുള്ള ഒരു മുറിയിൽ ഓട്ടൻ ക്ലാസ് എടുക്കുന്നുണ്ടായിരുന്നു. ഓട്ടൻ വീണ്ടും പുറത്തു വന്നു. ഉച്ചത്തിൽ സംസാരിച്ച ഒരു വിദ്യാർത്ഥിയെ കയറി പിടിച്ചു. കഴുത്തിനാണ് പിടിച്ചതെന്നും റാസ്കൽ എന്ന് വിളിച്ചു എന്നും വിദ്യാർത്ഥി പറഞ്ഞു. 1 രൂപ ഫൈൻ വിധിച്ചു. ഈ സംഭവം നടന്ന് ഏതാണ്ട് 2 മണിക്കൂറിന് ശേഷം ഓട്ടൻ താഴത്തെ നിരയിൽ നോട്ടീസ് ബോർഡിൽ ഒരു ക്രിക്കറ്റ് മത്സരത്തിന്റെ നോട്ടീസ് പതിക്കാൻ പോയതായിരുന്നു. അപ്പോൾ സമയം 3 മണിയായി കാണും. സ്റ്റെയർകേസിന് താഴെ 10-15 കുട്ടികൾ നിൽക്കുന്നുണ്ടായിരുന്നു. അവർ തന്നെ വളയുകയും അടിച്ച് താഴത്തിടുകയും ചവിട്ടി മെതിക്കുകയും ചെയ്തു എന്നാണ് ഓട്ടൻ പറഞ്ഞത്. 2 വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു. സുഭാഷ് ചന്ദ്രബോസും അനംഗമോഹൻ ദാമുമാണ് സസ്പെൻഷനിലായത്. ഇവർ 2 പേരും സംഭവ സ്ഥലത്ത് നിന്ന് പോകുന്നത് കണ്ടതായി ഒരു ജീവനക്കാരൻ മൊഴി നൽകിയിരുന്നു. വാർത്ത കൽക്കത്ത നഗരത്തിലെമ്പാടും പരന്നു. സർക്കാർ സംഭവം വളരെ സീരിയസ് ആയി എടുത്തു. അന്വേഷണത്തിന്റെ ഭാഗമായി പ്രിൻസിപ്പലിനെ പിന്നീട് സസ്പെൻഡ് ചെയ്തു. കോളേജ് അനിശ്ചിതകാലത്തേക്ക് അടച്ചു. പുറത്താക്കപ്പെട്ടവരിൽ അനംഗമോഹൻ ദാം പിന്നീട് തീവ്രവാദിയായി അറസ്റ്റ് ചെയ്യപ്പെട്ട് ജയിലിലായി. കോളേജിൽ നിന്ന് മാത്രമല്ല കൽക്കത്ത സർവകലാശാലയിൽ നിന്ന് തന്നെ പുറത്താക്കപ്പെട്ടതിനെ തുടർന്ന് സുഭാഷിന്റെ ഭാവി കരുനിഴലിലായി. അദ്ദേഹം ജന്മസ്ഥലമായ കട്ടക്കിലേക്ക് പോയി. പാവങ്ങളെ സഹായിച്ചും രോഗികളെ ശുശ്രൂഷിച്ചും മറ്റും സാമൂഹിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു. 1 വർഷം കഴിഞ്ഞപ്പോൾ കൽക്കത്ത സർവകലാശാല ഒന്ന് മയപ്പെട്ടു. സുഭാഷിന് പഠിക്കാം, പക്ഷേ പ്രസിഡൻസി കോളേജിൽ പറ്റില്ല. അങ്ങനെയാണ് സ്കോട്ടിഷ് ചർച്ച് കോളേജിൽ ചേർന്നത്. സർവകലാശാലയുടെ തീരുമാനം മാറ്റുന്നതിൽ വൈസ് ചാൻസലറും കൽക്കത്ത ഹൈക്കോടതിയിലെ ജഡ്ജിയുമായിരുന്ന സർ അശുതോഷ് മുഖർജിയുടെ ഇടപെടലുണ്ടായിട്ടുണ്ട്. ജനസംഘം സ്ഥാപിച്ച ശ്യാമപ്രസാദ് മുഖർജിയുടെ പിതാവാണ് അശുതോഷ് മുഖർജി. 1918 BA ഫിലോസഫിയിൽ ഫസ്റ്റ് ക്ലാസും കൽക്കത്ത സർവകലാശാലയിൽ 2ാം റാങ്കും നേടി സുഭാഷ് വിജയിച്ചു. അതിനുശേഷമാണ് ICS എഴുതാൻ ഇംഗ്ലണ്ടിലേക്ക് പോയത്. പിന്നീട് ലോക പ്രശസ്തനായി. നമ്മുടെ പ്രൊഫസർ ഓട്ടൻ നേതാജിയുടെ ആരാധകനായി മാറി. 1945 നേതാജി മരിച്ചു എന്ന വ്യാജ വാർത്ത കേട്ടപ്പോൾ ഓട്ടൻ ഒരു കവിതയും രചിച്ചു. അതിന്റെ പേര് സുഭാഷ് ചന്ദ്രബോസ് എന്ന് തന്നെയാണ്. ഞാൻ അന്ന് വേദന അനുഭവിച്ചത് നിന്റെ കൈകൊണ്ടാണോ സുഭാഷ് എന്ന് ചോദിച്ചുകൊണ്ടാണ് കവിത തുടങ്ങുന്നത്. നിന്റെ രാജ്യസ്നേഹം നിറഞ്ഞ ഹൃദയം നിന്നുപോയി. ഞാനത് മറക്കുന്നു. എന്നെ വീണ്ടും ഓർമ്മിക്കാൻ അനുവദിക്കൂ. നിന്റെ രാജ്യത്ത് നീ വെല്ലുവിളിച്ച ബ്രിട്ടീഷ് കരുത്തരായിരുന്നു. സൂര്യന്റെ അടുത്തേക്ക് പറന്നുയർന്ന ഇക്കാരസിനെ പോലെ നിന്റെ ധൈര്യം ആകാശത്തോളം ഉയരാൻ നീ പദ്ധതി ഒരുക്കി. കൊടുങ്കാറ്റുകൾ താണ്ടി ഉയർന്ന സ്വർഗത്തിന്റെ മതിലോളം എത്താൻ, സ്വാതന്ത്ര്യത്തിന്റെ കടം വിട്ടാൻ നീ സ്വർഗത്തോളം ഉയരങ്ങളിലെത്തി. പക്ഷേ ഇക്കാരസിൽ സംഭവിച്ചതുപോലെ നീ സമുദ്രത്തിൽ കൊഴിഞ്ഞു വീണു. അങ്ങനെ പോകുന്നു കവിത. സൂര്യന്റെ അരികിലേക്ക് പറന്നുപോയി ചിറകുകളറ്റുപോയ ഇക്കാരസ് ഗ്രീക്ക് മിഥോളജിയിലെ ഒരു ശക്തമായ കഥാപാത്രമാണ്. 1971 സുഭാഷിന്റെ ജ്യേഷ്ഠൻ ശരത്ചന്ദ്ര ബോസിന്റെ മകൻ ശിശിർ കുമാർ ബോസും ഭാര്യ കൃഷ്ണ ബോസും ലണ്ടനിൽ ഓട്ടന്റെ വീട്ടിൽ പോയി കണ്ടിരുന്നു. ഓട്ടന്റെയും ഭാര്യയുടെയും കൂടെ ശിശിർ നിൽക്കുന്ന ഫോട്ടോയാണ് ഇവിടെ കാണുന്നത്. 1973 89-ാം വയസ്സിൽ ഓട്ടൻ മരിച്ചു. സുഭാഷ് ചന്ദ്രബോസിന്റെ ജീവിതത്തിൽ ഇത്തരം സംഭവങ്ങൾ ധാരാളമുണ്ട്. ഓരോന്നായി വരും വീഡിയോകളിൽ പറയാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ ഇനേബിൾ ചെയ്യാൻ മറക്കല്ലേ. നിങ്ങളുടെ ലൈക്കുകളും കമന്റുകളും പ്രതീക്ഷിക്കുന്നു. നന്ദി.